ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണർ ഇടപെടുകയാണ്. ഫോൺ ചോർത്തൽ ആരോപണം ഗുരുതരമാണ്. സർക്കാർ വിശദീകരണം നൽകണമെന്നാണ് ഗവർണറുടെ നിലപാട്. എന്ത് നടപടി കൈക്കൊണ്ടുവെന്നും വിശദീകരിക്കണം. പ്രശാന്ത് കൃഷ്ണ നൽകും വിവരങ്ങൾ. പ്രശാന്ത്, അൻവർ ഉന്നയിച്ചത് ഉന്നതർക്കെതിരായ ഉന്നതരുടെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളായിരുന്നു. ഇതിന്മേൽ രാജ്ഭവന്റെ ഇടപെടൽ എങ്ങനെയാണ്? നീക്കം എന്താണ്? ഗുരുതരമായ ആരോപണം ADGPക്കെതിരെ എല്ലാം അൻവർ ഉന്നയിച്ചെങ്കിലും ഇതുവരെ ഈ വിഷയത്തിൽ ഗവർണർ അങ്ങനെ കാര്യമായി ഇടപെട്ടിരുന്നില്ല. പക്ഷേ ഗവർണർ ഇപ്പോൾ ഇടപെടുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട ഗുരുതര നിയമലംഘനത്തിലാണ്. അതിൽ ഗവർണർ മുഖ്യമന്ത്രിയോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. അതായത് ഫോൺ ചോർത്തൽ പല രീതിയിലാണ് നടന്നിരിക്കുന്നതെന്ന് ഇവിടെ ഇപ്പോൾ പുറത്തായിരിക്കുന്നു. ഒന്ന്, അൻവർ ഫോൺ ചോർത്തിയിരിക്കുന്നു. മറ്റൊന്ന് ഭരണപക്ഷ MLA ആയ അൻവർ ഫോൺ ചോർത്തിയിരിക്കുന്നു. മറ്റൊന്ന് ADGP ഫോൺ ചോർത്തിയിരിക്കുന്നു. അത് മന്ത്രിമാരുടേത്, MLA മാരുടേത്, മുന്നണി നേതാക്കളുടേത്, ഇങ്ങനെ പോലീസുകാരുടേത്, ഇങ്ങനെ ഫോൺ ചോർത്തൽ പലതരത്തിൽ നടന്നിരിക്കുന്നു. മാത്രമല്ല ഭരണപക്ഷ MLA ആയ അൻവറും ഫോൺ ചോർത്തിയിരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു സർക്കാരിൻ്റെ വിശദീകരണം എന്താണെന്ന് അറിയണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരു ഫോൺ ചോർത്തൽ നടന്നിട്ടുള്ളതായി, അതായത് MLA യുടെയും ADGPയുടെയും ഫോൺ ചോർത്തലുകൾ നടന്നിട്ടുള്ളതെന്ന് വ്യക്തമായതിനാൽ ഇതിന്മേൽ സർക്കാർ എന്ത് തുടർ നടപടി ഇത്രയും ദിവസത്തിനകം സ്വീകരിച്ചു എന്ന ഗൗരവതരമായ വിഷയം കൂടിയാണ് ഗവർണർ ആരാഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാർ എന്ത് വിശദീകരണം നൽകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏറെ പ്രസക്തവുമാണ്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.